ഈ വർഷത്തിൽ ഒരുപാട് ക്രിമിനൽ കേസുകൾ, അതായത് കൊലപാതകങ്ങളായും ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങളായും ഇല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള നിരവധി ക്രൈം വാർത്തകൾ നമ്മൾ കേട്ടുപോയിട്ടുണ്ട്. ഇതിന്റെ തുടക്കം തന്നെ നമുക്കറിയാം, താമരശ്ശേരിയിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഒരു അമ്മയെ മകൻ കൊല്ലുന്ന സംഭവവുമായി ബന്ധപ്പെട്ട, ലഹരിയുടെ പുറത്ത് കൊല ചെയ്യുന്ന സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു തുടക്കം തന്നെ. അതിനുശേഷം താമരശ്ശേരിയിൽ നിന്ന് തന്നെ വന്ന ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത ഷഹബാസിന്റെ മരണമാണ്. അതായത് ഒരു വിദ്യാർത്ഥി മറ്റു വിദ്യാർത്ഥികളായി കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാൽ ആക്രമിക്കപ്പെടുകയും ആ ആക്രമണത്തിന്റെ ഫലമായി ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്ന, നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു വാർത്തയായിരുന്നു അത്. അതിന്റെ ആ ഒരു നടുക്കം മാറുന്നതിന് മുമ്പ് സമാനമായിട്ടുള്ള സംഭവങ്ങൾ പല സ്കൂളുകളിലും നടക്കുന്നുണ്ട്, കോളേജുകളിൽ നടക്കുന്നുണ്ട്, വിദ്യാർത്ഥി രാഷ്ട്രീയവുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള സംഘടനകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് ഒരു വിദ്യാർത്ഥിയെ ആൾക്കൂട്ടം കൂടി നിന്ന് തല്ലിച്ചതയ്ക്കുക, അതും മാരകായുധങ്ങൾ ഉപയോഗിച്ച് തല്ലിച്ചതയ്ക്കുക എന്നുള്ളത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. അത് നമുക്ക് അത്ര പരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന്, പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ താമരശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വളരെ അടുപ്പമുള്ള സ്ഥലം. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുക എന്ന് പറയാം, ആദ്യം അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, അതായത് വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നു എന്നൊക്കെയുള്ള കാര്യത്തിൽ. അപ്പം ഇന്ന് അതിന്റെ വിധി വന്നിട്ടുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് ജാമ്യം കൊടുത്തിട്ടില്ല. ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള നിരീക്ഷണം, വിദ്യാർത്ഥികൾ പുറത്തു വന്നാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെടാനുള്ള, ഇല്ലെങ്കിൽ അവരെ അസ്വസ്ഥരാക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം കുട്ടികളാണ്, ആ രീതിയിലാണ് ആ നിയമം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം നൽകി പുറത്തേക്ക് വിടാൻ കോടതി തയ്യാറായിട്ടില്ല. അതാണ് ഇന്നത്തെ ഈ ഷഹബാസിന്റെ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ആ സമയത്താണ് മലപ്പുറത്ത് അരീക്കോട് എന്ന സ്ഥലത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായൊരു വാർത്ത വരുന്നത്. ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നം തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഇല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അറിയാം. അപ്പം നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലും ഇല്ലെങ്കിൽ ഇപ്പോഴും ഇനിയും ഇത് സംഭവിക്കാം. വിദ്യാർത്ഥികൾ തമ്മിൽ പ്രശ്നമുണ്ടാകാം, വിദ്യാർത്ഥികൾ തമ്മിൽ വഴക്കുണ്ടാകാം, പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപക്ഷെ തല്ലുപിടിയിലേക്കൊക്കെ എത്തിയേക്കാം. പക്ഷേ അതിക്രൂരമായ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചു കൊന്ന ആ ഷോക്കിൽ നിന്ന് നമ്മൾ മുക്തരാകാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ, ആ സമയത്താണ് ഈ മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുബീന് മർദ്ദനമേറ്റു എന്ന് പറയുന്നത്. അതായത് ആ വിദ്യാർത്ഥിയെ ആക്രമിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുന്ന ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. ആ ഓഡിയോ സന്ദേശം, നേരത്തെ ഷഹബാസിന്റെ കേസിൽ പറഞ്ഞതുപോലെ, ആ ഓഡിയോ സന്ദേശം വളരെ പേടിപ്പെടുത്തുന്നതാണ്. കാരണം അതിൽ ആക്രമിച്ച രീതിയുണ്ട്. നമുക്കറിയാം, അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്ന ഷഹബാസിന്റെ കൂട്ടുകാരുടെ, അതായത് ഈ ആക്രമിച്ച കൂടെ പഠിച്ച കുട്ടികളുടെ ചാറ്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം എങ്ങനെ ആക്രമിക്കണം, എത്രത്തോളം പക അതിൽ നിന്ന് വരുന്നു, എന്ത് ചെയ്യണം, അതായത് കൊന്നുകളയും എന്ന് പറയും. ഒരുപക്ഷെ കൊല്ലാൻ വേണ്ടി ആയിരിക്കില്ല ആ സമയത്ത് അത് പറയുന്നത് എന്ന് പിന്നീട് പലരും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അന്നേരം പറയുന്ന ആ കാര്യത്തിലേക്ക്, ആ കൊല്ലുക എന്ന പ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പം അതേപോലെ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനിടയിൽ ഈ സംഭവം. അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന, ഇന്നിപ്പോൾ ഈ സ്കൂളിൽ സംഭവിച്ചിരിക്കുന്ന, മൂർക്കനാട് സ്കൂളിൽ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ട് പ്രശ്നത്തിനും ഇടയിൽ നിരവധി സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടീച്ചേഴ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത തലത്തിലേക്ക് വിദ്യാർത്ഥികൾ മാറുന്നു എന്നുള്ളൊരു പരാതി പൊതുവേ ഉണ്ട്. ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വന്ന സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് വിദ്യാർത്ഥികളെ കൺട്രോൾ ചെയ്യാൻ ഒരു തരത്തിലും ടീച്ചേഴ്സിന് സാധിക്കുന്നില്ല, പാരന്റ്സിന് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ടീച്ചേഴ്സിന് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല, ഇവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ചർച്ചകൾ നമ്മൾ നടത്തിയതാണ്. അപ്പോഴാണ് ഈ വിദ്യാർത്ഥി പ്രശ്നത്തിലേക്ക്, ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുന്നത്. അപ്പം ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുബീനാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥി ആക്രമിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുന്ന ഓഡിയോ സന്ദേശം അത് മീഡിയ വണ്ണിന് ലഭിച്ചിരുന്നു. അപ്പം സ്കൂളിലെ ഈ കായിക പരിശീലനം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടാവുന്നത്. സ്കൂളിന് സമീപത്തെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച്, അതായത് വെൽ പ്ലാൻഡ് ആണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് അത്തരത്തിലുള്ള, ഇപ്പം നമ്മൾ പറയും പല തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്, പലതും സിനിമ ഉൾപ്പെടെ പലതും സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇത് വിദ്യാർത്ഥികളിൽ വളരുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തുകയും അവർക്ക് അതിനായിട്ടുള്ള ഒരു ബോധവൽക്കരണം നടത്തുകയും, അത് ഈ വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും സമൂഹത്തിലെ മറ്റ് തലങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും അവരുമായി
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ സ്കൂളിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ +2 വിദ്യാർത്ഥികളായ 6 അംഗ സംഘം അതിക്രൂരമായി ഈ കുട്ടിയെ മർദ്ദിക്കുന്നത്. അതാണ് ഈ പരാതിയിലും നൽകിയിട്ടുള്ളത്. അപ്പം മർദ്ദനത്തിൽ കണ്ണിനും മുഖത്തും ഉൾപ്പെടെ പരിക്കേറ്റിട്ടുള്ള മുബീൻ ഇപ്പോൾ ആശുപത്രിയിലാണ്. ഈ താമരശ്ശേരി സംഭവത്തിന് ശേഷം ഇത് വീണ്ടും ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിന്, ഇല്ലെങ്കിൽ ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, നമ്മൾ അത്രയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലം, കുട്ടികൾക്ക് അത്രയധികം പ്രാധാന്യം നൽകുന്ന ഒരു സ്റ്റേറ്റ്, അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് ആവർത്തിക്കപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ല. കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം, ബോധവൽക്കരണം അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഓരോ സംഭവങ്ങളും നമ്മളോട് വിളിച്ചോതിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ജംഷീർ കൊടിഞ്ഞി നൽകും. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അരീക്കോട്, മലപ്പുറം ജില്ലയിലെ അരീക്കോട് മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മുബീൻ എന്ന വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികളായിരുന്ന 6 അംഗ സംഘം ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷാ കാലത്ത് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തിന്റെ പക വീട്ടാനാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് പരാതി വരുന്നത്. ഇന്നലെ സ്കൂളിൽ സ്പോർട്സിന്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട് പോയതായിരുന്നു മുബീൻ. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് തിരിച്ചു വരും വഴി ഏതാണ്ട് 5:30 സ്കൂളിന് സമീപത്തെ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽ 6 അംഗ സംഘം ക്രൂരമായി വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കല്ലുകൊണ്ടും മറ്റുമൊക്കെ മുഖത്തും കണ്ണിനുമൊക്കെ മർദ്ദിച്ചു. വലിയ തരത്തിലുള്ള പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഇതുവഴി വന്ന മുബീൻ എന്ന വിദ്യാർത്ഥിയുടെ മറ്റൊരു സുഹൃത്ത് ആണ് മുബീനെ കാണുന്നത്. തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് അരീക്കോട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ വിദ്യാർത്ഥികൾ തമ്മിൽ മാസങ്ങൾക്ക് മുമ്പുണ്ടായ വാക്കേറ്റത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ക്രൂരമായ മർദ്ദനം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഈ മർദ്ദനത്തിന് ശേഷം വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ സന്ദേശവും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായി ഒരു വിദ്യാർത്ഥി പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ കണ്ണ് അടിച്ചു പൊളിച്ചിട്ടുണ്ട്, അവനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ആ ഓഡിയോ സന്ദേശത്തിൽ തന്നെ വ്യക്തമാണ് ആ വിദ്യാർത്ഥിയെ അവർ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. മുഖത്തും അതോടൊപ്പം തന്നെ കണ്ണിനുമാണ് മാരകമായിട്ട് പരിക്കേറ്റിട്ടുള്ളത്. പരിക്കേറ്റ മുബീൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ വിദ്യാർത്ഥി സംഘർഷങ്ങൾ ധാരാളമായി നടക്കുകയും അതുമൂലം തന്നെ മരണങ്ങൾ വരെ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം, ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്.